കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരണ്യ വലിയ ഹാപ്പിയാ അല്ലേ? ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ വെക്കണ പരിപാടി? ഇന്ന് വെക്കാൻ പോകുന്നത് നമ്മള് ബീഫ് കറിയും തോരനും നാരങ്ങാച്ചാറും. അത് അച്ചാർ വിട്ടുള്ള കളിയില്ല ശരണ്യ. അച്ചാർ വിട്ടുള്ള കളിയില്ല. എങ്ങനെയെങ്കിലും ഇവിടെ അച്ചാർ തീർന്നു കിട്ടിയാ മതി കേട്ടോ. ഇന്ന് എന്നാണ് വെക്കുന്നത്? ഫ്രൈ ചെയ്യാൻ പോണം. ഫ്രൈ ചെയ്യണ കറി വെക്കണ ഏതെങ്കിലും ഒന്ന് നേരത്തെ മാറ്റം വരും. ഇപ്പൊ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ല മഴയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ശരണ്യ ഇന്ന് ഞായറാഴ്ചയായിട്ട് ബീഫ് ഫ്രൈയും പിന്നെ എന്നാണ് ക്യാബേജ് തോരൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ട എല്ലാരെയും ശരണ്യ ക്ഷണിച്ചിട്ടുണ്ട്. അതാ നിങ്ങൾ തരുന്ന കമന്റുകളെല്ലാം ഞങ്ങൾ മാക്സിമം വിട്ടുപോകാതെ വായിക്കുന്നുണ്ട് കേട്ടാ. അച്ഛനും മകളും കൂടി സവോള അരികയാണ്. കണ്ട ഇതാണ് ഇവിടെ നടക്കണ കാഴ്ച. ആള് കണ്ട രാവിലെ തന്നെ ബീഫ് അരിഞ്ഞണ്ടിരിക്കുകയാണ് അല്ലേ? എന്നാ ഇറച്ചി കറിയാണോ ഫ്രൈ ആണോ? ഫ്രൈയാ. എന്താണ് ഉദ്ദേശിക്കണത്? എനിക്ക് മനസ്സിലായില്ല. ഫ്രൈ. അപ്പൊ ഫ്രൈയും അല്ല കറിയല്ല, ആ രീതിക്ക് ചെയ്യും. ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നാ ഫ്രൈ അല്ല കറിയല്ല. എന്റെ ദൈവമേ, എന്തെങ്കിലും എന്നാ ചെയ്ത് താ. നമ്മളൊരു പ്രാവശ്യം ബീഫ് കറി വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഇതിപ്പോ ഫ്രൈ. അപ്പൊ ശരണ്യൊക്കെ ഇനി ഇവിടെ പാത്രമൊക്കെ ഒത്തിരി കഴുകാനൊക്കെ കിടപ്പുണ്ടല്ലേ? പാത്രം കഴുകാൻ കിടപ്പുണ്ട്. ഒരു 2 ബക്കറ്റ് തുണി കഴുകാനിരിപ്പുണ്ട്. അപ്പൊ പണിയാണ്. അതിനിടക്കാണ് ഈ പന്ന മഴ. മുറ്റത്തോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല. എന്നാ ഞാൻ വല്ല സഹായിച്ചു തന്നെ. വേണ്ട, ഞാൻ അച്ഛനെ കൊണ്ട് സവോള. പിന്നെ എല്ലാരും ഓർക്കല്ലേ ഇവിടെ ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞ് ഞാൻ പാത്രം ഇടാൻ കഴിയാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ശരണ്യ എന്താ ഓണമൊക്കെയാണ് വന്നെ. നമുക്ക് ഡ്രസ് എടുക്കാൻ പോകണ്ടേ? ശരണ്യക്ക് എത്ര ഉടുപ്പ് വേണം ഈ ഓണത്തിന്? എനിക്ക് ഓണം വീട്ടിടാനും പിന്നെ ഓണം വീട്ടിടാനല്ല, ഓണം പുറത്തിട്ടോണ്ട് പോകാൻ നല്ലതൊരെണ്ണോ ബാക്കി മൊത്തം വീട്ടിടാനും. അങ്ങനെ മതി അല്ലേ? സത്യം പറഞ്ഞ ശരണ്യൊക്കെ ഉള്ളത്ര ഉടുപ്പ് വേറെ ആർക്കും ഇല്ലെന്ന് തന്നെ പറയാം. ഇവിടെ അലമാരി നിറഞ്ഞ് ശരണ്യയുടെ ഉടുപ്പ് കൊണ്ട്. പക്ഷെ എന്നാലും ശരണ്യക്ക് ഇഷ്ടപ്പെട്ട 1-2 ഉടുപ്പേ ശരണ്യ എപ്പോഴും ഇടുമല്ലോ. ഒത്തിരി ഉടുപ്പുണ്ട്. 2 ബാഗ്, അലമാരി, ബക്കറ്റ്, എന്തോരം തുണിയാണ് ശരണ്യക്ക് ഉള്ളത്. പക്ഷെ എന്നാലും ഒന്നും ഉപയോഗിക്കാതെ വെറുതെ വെച്ചിരിക്കുക. 1-2 ഇടും. വീട്ടിൽ ഇടാനാണെങ്കിലും 1-2 തുണി ഇടും. ബാക്കി എല്ലാം അവിടെ ഇരിക്കും. ഇതെന്തിന് കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുക? അതാണ് എപ്പോഴും ഇതേ ഇടുവുള്ളൂ ശരണ്യ. ഞാൻ എപ്പോഴും വഴക്കാണ് കൂട്ടുകാരെ. പക്ഷെ ഞാൻ എപ്പോഴും വഴക്കാണ്. എപ്പോഴും ഇതുപോലെയുള്ളതൊക്കെ ഇടുവുള്ളൂ. ഒത്തിരി ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ഇടിയല്ല ശരണ്യ. ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം. ശരണ്യയുടെ ഡ്രസ്സുകളുടെ തന്നെ അലമാരി നിറയെ ഡ്രസ്സാണ്. അത് എനിക്കുണ്ട്, പക്ഷെ ഞാൻ മാറി മാറി ഇടും. ശരണ്യ മാറി ഉപയോഗിക്കുകയല്ല. അതാണ് ശരിയല്ലേ? ശരിയാണ്. ഉടുപ്പ് എടുക്കുന്നുണ്ട്, പക്ഷെ ഇടുന്നില്ലല്ലോ. വെഡിങ്ങാനിവേഴ്സറിക്കെടുക്കും, പിന്നെ വിഷുവിനെടുക്കും. അങ്ങനെ ഉടുപ്പ് കൂടുന്നുണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നാണ്. നിങ്ങളിത് റീൽസിൽ നോക്കിക്കോ. പല ടൈപ്പ് ഉടുപ്പ് ശരണ്യ ഇടണുണ്ട്. റീൽസിൽ മാത്രമേ ഇടുവുള്ളൂ. വ്ലോഗിൽ അത് ഇടാറില്ല ശരണ്യ. നിൽക്കുന്നവർക്ക് എന്തിനാ നല്ല ഉടുപ്പ് ആൾക്കാർ ഓർക്കത്തില്ലേ? അതുകൊണ്ടാ നമ്മളെപ്പോഴും
ഇങ്ങനെ നിൽക്കണം. ഓ, ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ. ഒരുക്കങ്ങളുമില്ല, ഒന്നുമില്ല. അച്ഛൻ ദേ കണ്ട എവിടെ പോയി ഒന്ന് പറഞ്ഞു കൊടുത്തേ. അച്ഛന്റെ ചേട്ടന്റെ വീട്ടിൽ ഒരു ചടങ്ങുണ്ട്, ചേട്ടന്റെ മകളുടെ വീട്ടിൽ. ചേട്ടന്റെ മകളുടെ വീട്ടിലെ ഒരു ചടങ്ങുണ്ട്, അതിന് വേണ്ടി പോവുകയാണ്. ഞാൻ പോയിട്ട് എല്ലാവരും കൂടി ഇപ്പൊ പനിയാവുണ്ട്, എല്ലാവരും കൂടി പോകേണ്ടതാണ്. എന്നാലും എല്ലാവരും കൂടി പോകാൻ ഇപ്പൊ പറ്റത്തില്ല, കാരണം ആരെയും ചെന്നില്ലെങ്കിലും മോശമല്ല. അതുകൊണ്ട് ഞാനെങ്കിലും പോയിട്ട് വരാം. അവർക്കൊക്കെ പനി വന്ന് മാറിയില്ലെന്നും കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അവരെ കൂടി കൊണ്ടുപോയി വീണ്ടും പനി പിടിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പോയിട്ട് വരാൻ വേണ്ടി ഇറങ്ങിയാണ്. ഓക്കെ, ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാലിപ്പൊ ബീഫ് കറിയാക്കി അച്ഛാ, പെട്ടെന്ന് മാറ്റി. അതെന്താണ് ഇരിക്കണ ആ ഒരു ശീലം വന്നത്? അതെ, എന്നാ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞേ, കറിയാണെങ്കിൽ ഇച്ചിരി ബാലൻസ് വന്നാ നാളെ രാവിലെ അപ്പം ഉണക്കിയാ മതിയല്ല. ദോശ ബ്രെഡ് മേടിച്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. ബ്രെഡ് മേടിച്ചു. ശരിയല്ലേ ചേട്ടനെ? ആര് മേടിക്കും? ആരും ഇതെന്താ എന്റെ കളിച്ചേരും തിരിയാണ്. വരുന്നുണ്ടോ? അപ്പൊ പോയിട്ട് മിറ്റത്തൊക്കെ വെള്ളായി, മിറ്റത്തൊക്കെ വെള്ളായി. അത് കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങാനേ പാടാ. അതെ, ഒന്ന് മഴ മാറി കിട്ടിയാ മതിയായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ശരണ്യാണ് പറഞ്ഞൊക്കെ കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ശരണ്യാണ് അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്നൊക്കെ അല്ലേ ശരണ്യ? ഡാറ്റ കൊടുത്ത് ശരണ്യക്ക്. ശരണ്യ എന്തടിക്കാണ്? ആണല്ലേ, ഒക്കെ പെശകാണ്. ശരണ്യ എന്തോ പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ കുക്കർ കുഴപ്പമില്ല, ഞാൻ ചാടിയിട്ടൊന്നുമില്ല. നമ്മുടെ വൈക്കത്തുനിന്നൊരു ഉണ്ണിക്കുട്ടൻ വിളിച്ചായിരുന്നു, എന്താണ് ശരണ്യനെ തിരക്കിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ സെയിലായിരുന്നു. ഒത്തിരി പേര് വിളിക്കണുണ്ട്. ഒന്ന് കോയമ്പത്തൂരിന്ന് വിളിച്ചായിരുന്നു, പിന്നെ ഒന്ന് നേഴ്സ് വിളിച്ചായിരുന്നു. സ്ഥലപ്പേര് മറന്നുപോയി. ആ ചേച്ചി വിളിച്ചായിരുന്നു. പിന്നെ ഒരു ദേവിക എന്ന് പറഞ്ഞൊരു അതെ വിളിച്ചായിരുന്നു. വിളിച്ചല്ല, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തായിരുന്നു. അങ്ങനെ ആ ചേച്ചിയൊക്കെ നമ്മൾ സ്ഥലപ്പേര് മറന്നുപോയായിരിക്കും. മറ്റേ നേഴ്സല്ലേ? എന്നാ ചേച്ചിയുടെ പേര് സുബിയ അല്ലല്ലോ, ബിജി ചേച്ചി. ബിജി ചേച്ചി വിളിച്ചായിരുന്നു. അങ്ങനെ ആ സ്ഥലപ്പേര് മറന്നുപോയി. അങ്ങനെ പിന്നെ ഉണ്ണിക്കുട്ടൻ ഇപ്പൊ 2 പ്രാവശ്യം വിളിച്ചായിരുന്നു വൈക്കത്ത്. 11 വയസ്സേ ഉള്ളു. അങ്ങനെ ഞങ്ങളത് വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കിയൊക്കെ ചെയ്ത്. അതുപോലെ ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, മോളി ചേച്ചി. അങ്ങനെ ഒത്തിരി പേര്, എല്ലാരും പേരെടുത്ത് പറയുന്നില്ല. കുവൈറ്റിലെ ചേച്ചിയാണ് വിളിച്ചത്, നേരാണ്. അങ്ങനെ ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. യൂട്യൂബിന്റെ പ്രൊഫൈലിന് താഴെയായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നില്ല. അതെ, അപ്പൊ അങ്ങനെ ഒത്തിരി പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
നിർത്തിയാക്കട്ടെ. ഒന്നെണ്ണം കേട്ടു. ആ എനിക്കറിയാൻ മേല, ഞാനിപ്പോ വന്നതേ ഉള്ളു. അത് ഒന്നുകൂടെ കേക്കട്ടെ. ആ എന്നാ ഒന്നുകൂടി കേൾക്കാം. ഇത് നിർത്തിയാ? അത് നിർത്തിച്ചപ്പോ ഞാൻ വെളുത്തുള്ളി പൊളിക്കാൻ പറഞ്ഞു നിക്കണത് ഇപ്പൊ ഇതേപോലെ സഹായിച്ചരാം ഞാനല്ല നിർത്തി പോലെ. ശരണ്യ എന്തെടുക്കുവാണ്? കാവേജ് അരിയുന്നു. ക്യാബേജ്. കാബേജ് അല്ല, ക്യാബേജ്. അത് തന്നെ ഒന്നല്ലേ. ആ നീ നമ്മുടെ നാട്ടിലൊക്കെ കാബേജാണെന്ന് പറയും, ക്യാബേജാണ് അതെന്താ ഞങ്ങളുടെ നാട്ടിൽ കാബേജ് ഒന്ന് പറയുമോ? എന്ന് പറയും. ആ അപ്പൊ ഇന്ന് ക്യാബേജും ഉണ്ട്, ബീഫ് കറിയുണ്ട്, പിന്നെ നാരങ്ങ അച്ചാർ ഇപ്പുണ്ട്. ഓ എന്റെ പൊന്നെ, അതെനിക്കറിയാം. പിന്നെ ഉള്ളത് എന്താണ്? ഇറച്ചി വെന്താന്ന് നോക്കിയാണ്. എന്താ? പിന്നെ നമുക്ക് ഇഞ്ചിയും ആ സവാള നമ്മൾ ഒന്നിച്ചിട്ട് ആ 3-4 കൂടെ ഒന്നുകൂടെ ഇറച്ചിയൊക്കെ വെന്ത് കിടക്കിയാണ്. ആ എന്നിട്ട് ഒന്നുകൂടി അടിക്കണം. ഒന്നുകൂടെ അടിക്കുക. പിന്നെ സവോള ഇടണം. സവാള സവോള ഇട്ട് ഇനി എന്താണ് ഈ കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കണേ? അല്ല ഞാൻ വല്ലതും ചെയ്യണം. ഓ എനിക്ക് അങ്ങനെ ഒരു പണി വെച്ചിട്ടുണ്ടല്ലേ? ആ ഉവ്വ, അതാ അങ്ങനെ സോപ്പിട്ട് എന്നെ കൊണ്ട് തേങ്ങ ചെരണ്ടിക്കാനുള്ള ഒരു പണിക്കാണ്. കണ്ട ഭയങ്കര വൃത്തിയാണ് മകൾക്ക്. ആ ചെയ്തു തരാം. തിരുമണം പോണ തയ്യാറെടുപ്പ് കണ്ടോ? എന്റെ കൂട്ടുകാരെ, ഇതാണ് പറയുന്നത് കുടുംബത്തിന്റെ പ്രാരാബ്ദം എന്ന് വെച്ചാൽ ഇതാണ്. അത് തന്നെ വെറുതെ വീട്ടിലിരിക്കാന്ന് വെച്ചാ സമ്മതിക്കില്ല. നിങ്ങൾ ഓർക്കലെ എണ്ണ കവറങ്ങ് അടുക്കി വെച്ചേക്കുന്ന പഞ്ചായത്തിന് ആള് വരുമ്പോ കൊടുക്കാനുള്ള കവർ അടുക്കി വെച്ചേക്കുന്നത്. എന്നെ ഒരു ദിവസം പോലും വെറുതെ ഇരുത്തിക്കുകയല്ല. തേങ്ങ ചെരണ്ടണ എന്നെ കൊണ്ട് ചെരണ്ടിക്കുള്ളൂ. അല്ലെങ്കിൽ അപ്പൊ അമ്മക്ക് മേലാത്തോണ്ടാണ്, അല്ലെങ്കിൽ അമ്മ ചെയ്യും തേങ്ങ ചെരണ്ട. സഹായിച്ചാണ് സേകളുടെ ഭർത്താക്കന്മാർ അങ്ങനെയാ, ഭാര്യമാരെ സഹായിച്ചു. എങ്ങനെയെങ്കിലും അമ്മയുടെ ക്ഷീണം മാറിയാണ്. എങ്ങാണ്ട് വേണം രക്ഷപ്പെടാൻ. എന്നിട്ട് വേണം ഈ തേങ്ങ ചെരണ്ടിന്ന് ഒന്ന് രക്ഷപ്പെടാൻ. കുറച്ച് മതി, ഇച്ചിരി തോരനേ ഉള്ളൂ. നീ കഴിഞ്ഞ ദിവസം കണ്ട ഞാൻ ചെരണ്ടി തന്ന കുറഞ്ഞു പോയെന്നും പറഞ്ഞു, കറി കുറഞ്ഞു പോയെന്ന്. അതെന്താണ് കൂട്ടുകാരെ, ചെമ്മീൻ കറി വെച്ചിട്ട് ഇച്ചിരി ഉള്ളു, തേങ്ങയില്ല, അതിനാറ് കുറങ്ങും. അന്നേരം പറഞ്ഞ് ഞാൻ തേങ്ങ ചെരണ്ടി കൊടുക്കാഞ്ഞിട്ടാണ്, ഞാൻ ഇച്ചിരിയെ ചെരണ്ടിയുള്ളെന്ന് പറഞ്ഞു. ഇവിടെ അച്ഛനോട് ഞാൻ ശരണ്യ പറയണ ഞാൻ കേട്ട്. പിന്നെ ഞാനിത് വേണമെങ്കിൽ കറി അത്ര വെച്ചുള്ളെന്ന് പറയാൻ പറ്റുമോ? മതി മതി, തോരണ മതി. ആ മതി മതി മതി. അപ്പൊ ഇത് തേങ്ങയുടെ ചവരൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളിയ ഇനി അത് ഞാൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഇതെന്താ പ്രാരാബ്ദം എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതല്ല പറയുന്നത്. പിന്നെ അത് കൊറേ മക്കളും എല്ലാം ആയി കഴിയുമ്പോ കടം കയറുമ്പോ ആൾക്കാരും പറയുന്നത് എന്റെ പ്രാരാബ്ദം തേങ്ങ ചെരണ്ടലാണ് പറയുന്നത്. അതൊരു ഇച്ചിരി തേങ്ങ തീരണ്ടീനെ ഈ പറയുന്നത് കണ്ടോ? മതിയല്ല, ഇച്ചിരി ആണെങ്കിലും ഒത്തിരി ആണെങ്കിലും ചെരണ്ടല് തന്നെ. ശരണ്യ എവിടം വരെയായി? പൊക്കിക്കൊണ്ടിരിക്കണേ. എന്നാ മസാലപ്പൊടിയൊക്കെ ഇട്ടാ? ഓ ഞാനറിഞ്ഞില്ല. ഞാൻ ആദ്യമായിരുന്നു ഫോൺ നോക്കി. ഓ ഞാനറിഞ്ഞില്ല. മസാലപ്പൊടിയൊക്കെ കൂട്ടൊക്കെ ഇട്ടല്ലേ? ഇനി എന്നാ കിഴങ്ങിടിയാണ്? ആ തീർന്നല്ലേ? ഞാൻ അറിഞ്ഞില്ലെന്നേ. പിന്നെ ബീഫിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? നമുക്ക് ചാറ് വേണമെങ്കിൽ
ചാറ് കൂട്ടാം. ഇപ്പൊ ഇങ്ങനെ മതിയല്ലേ? ഇച്ചിരി കൂടെ ചാറ് വേണമെങ്കിൽ ഇച്ചിരി ചാറ് വെക്കാം. എന്താ ബ്രെഡ് ചപ്പാത്തി അല്ല, ബ്രെഡ് മേടിക്കാൻ വേണ്ടി അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ബീഫ് കറി ഇങ്ങനെയൊക്കെ കണ്ട ശരണ്യ അങ്ങനെ അപ്പവും ബീഫ് കറി. രാവിലത്തെ അപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ബീഫ് വെന്തപ്പോ എനിക്കൊരു ആഗ്രഹം അപ്പം കൂട്ടി പിടിച്ചാലോ എന്ന്. അതെ, അപ്പൊ ഞാൻ പിടിക്കുന്ന കാണിച്ചുതരാം. ആദ്യം അപ്പം മുറിച്ചെടുക്കണം കേട്ടാ. നല്ല അടിപൊളി അപ്പാണ് കേട്ടാ. അപ്പം മുറിച്ച് പാലപ്പം. ഒരു പീസ് ഇറച്ചി ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണം. അപ്പൊ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇത്രയാണ്. ലൈക്ക് ചെയ്യുക. അതാദ്യം ഇറക്കിയ വർത്താനം പറയണ്ട ശരണ്യ. അത് തീരട്ടെ. അപ്പൊ അത് തിന്ന് തീർത്ത് ഇറക്കി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്ന് ഞായറാഴ്ചത്തെ കുഞ്ഞു വീഡിയോ, ചെറിയ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നാനാണ് വെച്ചെങ്കിലും ശരണ്യ ഇപ്പൊ അപ്പം കണ്ടപ്പോ അപ്പത്തിന്റെ കൂടെ തിന്നാൻ തോന്നി. അതെ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നു.